പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജ നാഗേന്ദ്രനെ ചതിക്കുകയാണ്. അതിൽ മൂർത്തിക്ക് നാഗേന്ദ്രനോടുള്ള സകല വിശ്വാസവും നഷ്ടപ്പെട്ട് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നാഗേന്ദ്രനെ അടിച്ചിറക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ജലജയ്ക്ക് നേരെ സംശയം വരികയും അങ്ങനെ ജലജയും നാഗേന്ദ്രനും ജോയിൻ്റ് അക്കൗണ്ടുള്ള ആ ഒരു ബാങ്കിൽ വിളിച്ച് കാര്യങ്ങൾ ജലജ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് കാര്യങ്ങൾ തിരക്കുകയും അവിടുത്തെ മാനേജറെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. അങ്ങനെ പറഞ്ഞതനുസരിച്ച് മാനേജർ നാഗേന്ദ്രനെ കാണാൻ വരികയും അങ്ങനെ ജലജ അവിടെ വന്നിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയുമാണ്. അപ്പോൾ ജലജ മാഡം വന്നിരുന്നു, സ്വർണം മാറ്റി വെക്കാനോ ലോക്കറിൽ വെക്കാനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോക്കർ തുറക്കുകയും ലോക്കറിനുള്ളിൽ അവിടെ പോയിട്ട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്താ സർ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, ജലജ സ്വർണം മാറ്റി വെക്കാനാണ് വന്നത് എന്നുള്ളത് ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സർ, ഇത് 100% ഉറപ്പാണ്. ഞാൻ ലോക്കറുള്ളപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയിരുന്നു, അപ്പോൾ അവിടെ മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെ ജലജയാണ് തന്നെ ചതിച്ചത് എന്ന് മനസ്സിലാവുകയും ഉടനെ തന്നെ ജലജയുടെ അടുത്തോട്ട് ദേഷ്യം കൊണ്ട് പോവുകയുമാണ്. അങ്ങനെ അനന്തപുരിയിലെത്തിയ ഉടനെ ജലജ, നീ എന്ത് പണിയാ ചെയ്തത്, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ ജലജയോട് ചൂടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നാഗേട്ട എന്താണ് പ്രശ്നം, എന്താ പറ്റിയത്, ഇങ്ങനെ ചൂടാവാൻ മാത്രം എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ ആ ജർമ്മൻ സ്വർണം മാറ്റി വെച്ചിരുന്നല്ലേ, ഞാൻ വെച്ച ഷെൽഫിൽ നിന്ന് അത് അടിച്ചു മാറ്റി നീ എടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, എടുത്തില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ നോക്കിയിരുന്നെങ്കിലും പക്ഷേ നാഗേന്ദ്രൻ അത് പൊളിച്ചടക്കുകയാണ്. നീ എന്നോട് കള്ളം പറയുന്നോടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ കവിളത്ത് അടി കൊടുക്കുകയാണ്. എന്നിട്ട് നീ ഇപ്പോൾ തന്നെ മാറ്റി വെച്ചിട്ടില്ല എന്നല്ല നീ പറഞ്ഞത്, നീ ഇപ്പോൾ തന്നെ നിന്റെ ലോക്കർ തുറക്കാനായിട്ട് എൻ്റെ കൂടെ വരണം, ഉണ്ടോ എന്നുള്ളത് എനിക്കറിയണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആകെ ജലജ പെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നത്, നാഗേട്ട എന്താ ഈ പറയുന്നത്, അത് പിന്നെ നാഗേട്ടൻ എൻ്റെ മുന്നിൽ അങ്ങനെയുള്ള സ്വർണ്ണങ്ങളൊക്കെ കാണിച്ചു വെച്ചാൽ പെണ്ണല്ലേ, പെണ്ണിൻ്റെ മനസ്സ് സ്വർണം കണ്ടാൽ ഇളകുമെന്നുള്ളത് നാഗേട്ടൻ അറിയില്ല, പ്രത്യേകിച്ച് ജർമ്മൻ സ്വർണം, അതെന്ത് ഭംഗിയാണ് കാണാൻ, അത് ഇടണമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹം തന്നെയായിരുന്നു, അത് എനിക്ക് വേണമായിരുന്നു എന്നൊക്കെ, അതിനെക്കൊണ്ടാണ് ഞാൻ അത് എടുത്തത് എന്നൊക്കെ തുറന്നു പറയുകയാണ് ജലജ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ നീ ഡ്യൂപ്ലിക്കേറ്റ് അതേപോലുള്ള സംശയം തോന്നാത്ത വിധത്തിലുള്ള സ്വർണം അവിടെ കൊണ്ടുവച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ജ്വല്ലറിയിലുള്ള സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ, അയാൾ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്, മാറ്റി കുറഞ്ഞ സ്വർണം കൊണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കല്ലുകൊണ്ടും ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആകെ നാഗേന്ദ്രൻ പെട്ടിരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മൂർത്തി സാറിന് അച്ഛന് സ്വന്തം മക്കളേക്കാൾ എന്നെ വിശ്വാസമായിരുന്നു, ആ വിശ്വാസമാണ് നീ കാരണം ഇല്ലാതായത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നീ കാര്യം നിൻ്റെ അച്ഛനോട് തുറന്ന് പറയണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ നാഗേട്ട എന്നെ ചതിക്കല്ലേ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നാഗേട്ടൻ തന്നെ അത് കണ്ട് ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാ എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും നീ എന്നെ അദ്ദേഹത്തിന് മുന്നിൽ നാണം കെടുത്താനാണോ തീരുമാനിക്കുന്നത്, നീ എനിക്ക് തന്നെ പണി തരാനാണോ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പിടിക്കപ്പെടുമെന്ന് കരുതിയിട്ട് അടവ് മാറ്റി പിടിക്കുകയാണ്. നാഗേട്ട ഇക്കാര്യം നാഗേട്ടൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതന്നെ എൻ്റെ മുന്നിലുള്ള വഴിയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇവരിവിടെ നിന്ന് പുറത്താക്കുകയായിരിക്കും ചെയ്യുക, അതുകൊണ്ട് സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വേണോ അല്ലെങ്കിൽ നാഗേട്ടൻ്റെ സ്ഥാനമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നാഗേട്ടന് ആലോചിക്കാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രനെ ആകെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ് ജലജ ചതിക്കാൻ നോക്കുകയാണ്. നാഗേന്ദ്രന് ജലജയെ അനുസരിക്കേണ്ടി വരികയാണ്. അങ്ങനെ നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എന്തിനാണ് വീണ്ടും വന്നത്, എനിക്ക് ആ സ്വർണത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അതെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് എനിക്കറിയണം, അതറിഞ്ഞേ പറ്റൂ, നിനക്കത് വ്യക്തമായിട്ട് അറിയാം, എന്താണ് സംഭവിച്ചത് എന്ന് പറയൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചൂടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അതാണ് നിന്നോട് ചോദിച്ചത്, വേഗം പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് സ്വർണത്തിനോട് വലിയ ആഗ്രഹമോ മോഹമോ ഒന്നുമില്ല, പക്ഷേ അപൂർവമായിട്ടുള്ള ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം തോന്നി അത് ജലജയ്ക്ക് സമ്മാനിക്കണമെന്ന്. അങ്ങനെ ഞാൻ ജലജയ്ക്ക് സമ്മാനിക്കുകയും അതിന് പകരമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ഉണ്ടാക്കുകയും ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജലജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നാഗേന്ദ്രൻ ഈ കള്ളം പറഞ്ഞത്. അങ്ങനെ മുത്തശ്ശൻ ആകെ രോഷാകുലനായിട്ട് നാഗേന്ദ്രന് നല്ലോണം അടി കൊടുക്കുകയാണ്. എന്നിട്ട് നീ ചതിക്കുന്നോടാ, നിന്നിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, നിനക്ക് പണത്തോടും ഒന്നിനും ഒരു ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ നിൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് ആ ഒരു അഹങ്കാരിയായിട്ടുള്ളവൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ അത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് നല്ലോണം ചൂടാവുകയാണ്.
അങ്ങനെ മുത്തശ്ശൻ ദേഷ്യം പിടിച്ചിട്ട് ആ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും തൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നാഗേന്ദ്രനെ പുറത്താക്കുകയാണ്. അങ്ങനെ ജലജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ച് ജലജയുടെ അടുത്തായിട്ട് വരുന്ന സമയത്ത് ജലജയാണെങ്കിൽ നാഗേന്ദ്രനെ ചതിക്കുകയാണ്. എന്നിട്ട് നാഗേന്ദ്രൻ ജലജയോട് പറയുന്നുണ്ട്, നമുക്ക് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം, ഇനി അച്ഛൻ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിന്നെയും മക്കളെയും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്ന സമയത്ത് ഞാനെന്തിനാ നാഗേട്ടൻ്റെ കൂടെ വരുന്നത്, എനിക്ക് മക്കളെയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാനൊന്നും ആവില്ല, ഞാനിവിടെ നിൽക്കും, നാഗേന്ദ്രൻ തന്നെ ചെയ്ത തെറ്റല്ലേ, നാഗേട്ടൻ തന്നെ പൊയ്ക്കോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആകെ അന്തം വിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. നീ എന്താ പറഞ്ഞത്, ഞാൻ ചെയ്ത തെറ്റോ, നീ ഇത് ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് നിൻ്റെ അച്ഛനോട് പറയുകയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിപ്പോൾ നാഗേട്ടനും എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ഇവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് നാഗേട്ടനാണ് ആ ചെയിൻ അടിച്ചു മാറ്റിയത് എന്നാണ്, അതുകൊണ്ട് ഇനി ഞാൻ എങ്ങോട്ടും വരുന്നില്ല, നാഗേട്ടൻ തന്നെ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ നൈസായിട്ട് നാഗേന്ദ്രനെ ഒഴിവാക്കിയിട്ട് നാഗേന്ദ്രനെ ചതിക്കുകയാണ്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് ചതിയത്തിയായിട്ടുള്ള ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ചെയ്തത് എന്നുള്ളതൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇതാണ് നാഗേന്ദ്രൻ ഇറങ്ങാനുള്ള കാരണം.